കയറി കിടക്കാനൊരു വീടും കുടിക്കാൻ അല്പം കഞ്ഞിയും ഉണ്ടെങ്കിൽ അതുപോലെ. പിന്നെ എന്തിനാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ്, ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിന് ഈ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൂടിയത്? ഇങ്ങനെ ഒരുപാട് കാരണവന്മാർ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക, ലൈഫ് ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾ ഈ കരുതുന്ന പോലെ ഇച്ചിരി കഞ്ഞി കുടിച്ചൊരു വീട്ടിൽ കിടന്നുറങ്ങിയത് കൊണ്ട് ലൈഫ് ബെറ്റർ ആയില്ല. ആ ഒരു ലൈഫിൻ്റെ മുകളിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, ഒരു ഡ്രീം ഹൗസ്, അതൊക്കെ ആ ഒരു ലെയറായിട്ട് അടുക്കുമ്പോഴാണ് ആ ലൈഫ് നിങ്ങളുടെ ലൈഫായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എവരിബഡി ഗോട്ട് ദ സെയിം ലൈഫ് മാൻ. ഒരു വീടും ഒരു വീടും കുറച്ച് ഭക്ഷണമുണ്ട്, കുറേ പേർക്ക് അതുമില്ല. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. സോ ഇൻ ദാറ്റ് കേസ് നിങ്ങളുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ മുകളിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ലെയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ലൈഫായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു സൈഡിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് എനിക്ക് അവനെ പോലെ ആകണം, എനിക്ക് അംബാനിയെ പോലെ ആകണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ചുമ്മാ ഡ്രീം ചെയ്ത് മാത്രം നടക്കുന്നവരുണ്ട്. പക്ഷേ അതേസമയം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലൈഫ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് പിള്ളേർക്കൊക്കെ പൈസ ഭ്രാന്ത് പിടിച്ചിരിക്കുമെന്നാണ്. അവർ കരുതുന്നത് അവർ ജീവിച്ച ലൈഫ് ബെറ്റർ ആണെന്നാണ്. പക്ഷേ ആ കാലത്ത് അത് ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇന്ന് ബെറ്റർ അല്ല. ഇന്ന് നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ച് കിടന്നിട്ട് കാര്യമില്ല. സോ അത് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ യങ്സ്റ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു വഴി നോക്കുന്നുമുണ്ട്.